ഗസയിലും ജെറൂസലേമിലും കൂട്ടക്കൊല തുടർന്ന ഇസ്രായേൽ. അധിനിവേശ കിഴക്കൻ ജെറൂസലേമിൽ 2 കുട്ടികളെ ഇസ്രായേൽ വെടിവെച്ചുകൊന്നു. നെബുലസ് പട്ടണത്തിൽ ഫലസ്തീൻ സുരക്ഷാ സേനാംഗത്തെ ഇസ്രായേൽ വെടിവെച്ചുകൊന്നു. ഗസയിലെ ഖാൻ യൂണിസിൽ ഇന്ന് രാവിലെ ഒരാളെയും ഇസ്രായേൽ സേന വധിച്ചു. ഗസയുടെ പല ഭാഗത്തും യെല്ലോ ലൈൻ കടന്ന് 300 മീറ്ററോളം ഉള്ളിലേക്ക് ഇസ്രായേൽ സേന കടന്നുകയറുകയും ചെയ്തു. വെടിനിർത്തൽ കരാറിന്റെ കടുത്ത ലംഘനമാണിതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ലബനോനിൽ സൈനിക പരിശീലനത്തിലേർപ്പെട്ട 13 ഹമാസ് പോരാളികളെയാണ് വധിച്ചതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ലബനോനിൽ എവിടെയും തങ്ങൾക്ക് പരിശീലന കേന്ദ്രം ഇല്ല എന്ന് ഹമാസ് അറിയിച്ചു. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, വലിയ കഷ്ടം തന്നെയാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടായിട്ടും അതൊന്നും തന്നെ പ്രാവർത്തികമാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിലവിൽ എന്താണ് ഗസയിലെ അവസ്ഥ? അവിടുത്തെ വ്യാപകമായ തോതിലുള്ള ഈ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം 10-ന് രൂപപ്പെട്ട അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ കരാർ ഇനി എത്ര കാലം നീളും എന്ന് സംബന്ധിച്ച വലിയ ആശങ്ക കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യം അമേരിക്കയെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്ന ഒരു നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം പിന്നിട്ട ദിവസങ്ങളിൽ ഒരു 2 ദിവസത്തെ കണക്കെടുത്താൽ മാത്രം 35 പേരെയാണ് ഇസ്രായേൽ ഗസയിൽ മാത്രം കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പം വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ഈ ആക്രമണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അവിടെ 2 പേർ മരണപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം രാവിലെ തന്നെ വന്നിരുന്നു. തുടർന്ന് ഗസയിലും 2 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭ്യമായിരിക്കുന്നത്. അതുമാത്രമല്ല, യെല്ലോ ലൈൻ നേരത്തെ വളരെ കർശനമായിട്ട് പാലിക്കണമെന്ന് ഈ കരാർ വ്യവസ്ഥയിൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് 300 മീറ്ററോളം മുന്നിലേക്കാണ് ഇപ്പോൾ സേന നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 40 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഈ അർത്ഥത്തിലുള്ള ഇസ്രായേൽ സേനയുടെ കൂടുതൽ മുന്നോട്ടുള്ള അവരുടെ നീക്കമുണ്ടായിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു ആശങ്ക ഗസയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ വെടിനിർത്തലിനെ അപ്രസക്തമാക്കിക്കൊണ്ട് കൂടുതൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നതെന്ന ആശങ്കയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് അല്പം മുമ്പ് ഈ സ്ഥിതിഗതികളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെ ഈ വെടിനിർത്തൽ ലംഘനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാത്ത ഒരു സാഹചര്യമാണ് രൂപപ്പെടുന്നതെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകളിലേക്ക് തന്നെ ആയിരിക്കും ഇസ്രായേൽ സേന നീങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് വെസ്റ്റ് ബാങ്കിലും അതോടൊപ്പം തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അമൃത, ഈ ഇസ്രായേലിന്റെ ഉദ്ദേശം ഇപ്പോൾ എന്താണ് നാസർ? നിലവിൽ ഇപ്പോൾ ഈ ബന്ദികളുടെ മൃതദേഹമൊക്കെ കൈമാറ്റം അതൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? അവിടുത്തെ ഇതിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഈ കരാറിൽ വ്യവസ്ഥ ചെയ്തത് പ്രകാരമുള്ള ബന്ദികളുടെ ജീവനോടെയുള്ള 20 ബന്ദികളെ ഈ വെടിനിർത്തലിൻ്റെ ആദ്യ ദിവസം തന്നെ, അതായത് ഒക്ടോബർ 10-ന് തന്നെ ഹമാസ് കൈമാറി. തുടർന്നുള്ള 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 26 കൈമാറി. ഇനി 2 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറാനുള്ളത്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ സേനയ്ക്കെതിരെ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പോരാളികൾ വെടിയുതിർത്തു. അവർ തങ്ങളുടെ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് തങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ തുനിഞ്ഞു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഈ ആക്രമണങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ ഇത് ഗസയിൽ മാത്രമല്ല പരിമിതപ്പെട്ടിരിക്കുന്നത്, ഇത് വെസ്റ്റ് ബാങ്കിലേക്ക് നീളുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തെക്കൻ ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെ വെടിയുതിർത്തു. അങ്ങനെ 15 പേർ കൊല്ലപ്പെട്ടു. അതിൽ 13 പേരും ഹമാസിന്റെ പോരാളികളാണെന്ന ഒരു വിശദീകരണമാണ് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നത്. അത് ഹമാസ് പൂർണ്ണമായിട്ടും തള്ളുകയാണ്. കാരണം തങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സൈനിക സംവിധാനമോ പരിശീലന ക്യാമ്പോ ലബനാനിൽ ഒരിടത്തും തന്നെ ഇല്ല. ഗസയിൽ മാത്രമാണ് ഹമാസ് പരിമിതപ്പെട്ടിരിക്കുന്നത്. മറ്റെവിടെയും തങ്ങളുടെ പോരാളികൾ നിലയുറപ്പിച്ചിട്ടില്ല എന്നൊക്കെയും ഹമാസ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ ഏത് നിമിഷവും അട്ടിമറിക്കുക എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തെ ഇസ്രായേൽ അനുവദിക്കുകയില്ല. കാരണം ഇപ്പോൾ ഐക്യരാഷ്ട്ര
സംഘടനയിൽ തന്നെ ഈ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആ പ്രമേയത്തിലും പരോക്ഷമായിട്ടാണെങ്കിലും ഒരു സ്റ്റേറ്റ്ഹുഡിനെ പറ്റി ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള വിവക്ഷ അതിലുണ്ടായിരുന്നു. അതുമാത്രമല്ല അത്തരമൊരു രാഷ്ട്രത്തിലേക്കുള്ള നീക്കം ത്വരിതഗതിയിലാക്കണമെന്ന ഒരു അഭിപ്രായം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ 160ഓളം രാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു രാഷ്ട്രത്തെ പൂർണ്ണമായിട്ടും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുക എന്ന ഒരു ലക്ഷ്യമാണ്. അപ്പം നിതാന്തമായിട്ടുള്ള ഒരു കാലുഷ്യം ഈ മേഖലയിൽ രൂപപ്പെടുത്തുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നാസറി സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വെടിനിർത്തൽ കരാർ അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്തും വലിയ തരത്തിലുള്ള ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ തന്നെ തുടരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഗസയിൽ വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ സമാധാനം പുലരേണ്ടതുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നാസർ? അവർക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ ഖത്തർ, അതോടൊപ്പം തന്നെ ഈജിപ്ത്, തുർക്കി, ഈ 3 രാജ്യങ്ങളും അമേരിക്കയും ആണ് ഇത്തരമൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മധ്യസ്ഥ രാജ്യങ്ങൾ. അതിൽ അമേരിക്ക പൂർണ്ണമായിട്ടും തന്നെ ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, നേരത്തെയുള്ള അതേ നിലപാട് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേലിലെത്തി ഈ ചർച്ചകളും മറ്റും നടത്തിയിരുന്നു. ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് തുടരുന്ന ആശയവിനിമയം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസുമായിട്ടും മധ്യസ്ഥ രാജ്യങ്ങൾ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ 400-ലധികം തവണയാണ് ഈ പിന്നിട്ട 40 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ലംഘനം ഇസ്രായേൽ നടത്തുകയും ഏതാണ്ട് നിരവധി പേരെ 300-ലധികം പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലേക്കും തങ്ങളുടെ കടന്നുകയറ്റം അവർ വ്യാപിപ്പിക്കുകയാണ്. നിരവധി പേരെ ഇതിനകം തന്നെ വെസ്റ്റ് ബാങ്കിന്റെ നബുലസ് ഉൾപ്പെടെ ഇബ്രോൺ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല ഫലസ്തീനികളുടെ ഭൂമി പിടിച്ചടക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം ജൂത കുടിയേറ്റക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ സുരക്ഷാ സേന നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരവസ്ഥ തുടരുമ്പോൾ ഇത്തരം ചർച്ചകൾ കൊണ്ട് ഇനി എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ഒരു ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. അതേസമയം കൂടുതൽ 2 കൊല്ലം നീണ്ട കൊടിയ ആക്രമണങ്ങളുടെ ബാക്കി പത്രം എന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ 10 ലക്ഷം ഫലസ്തീനികൾക്കെങ്കിലും അഭയാർത്ഥികളായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഗസയിലുള്ളത്. അവർക്ക് ഏറ്റവും അനിവാര്യമായിട്ട് അടിയന്തരമായിട്ട് വേണ്ടത് താൽക്കാലികമായിട്ടുള്ള താമസ സംവിധാനങ്ങളാണ്. അത് ഒരുക്കാൻ പോലും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് UN ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനയിലുമുള്ളത്. അതുകൊണ്ട് ഈ പ്രതിസന്ധി തീർണമെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെങ്കിൽ ഈ ആക്രമണ പദ്ധതികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പക്ഷെ ആ അർത്ഥത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ മൂർത്തമായിട്ടുള്ള ചില നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. യൂറോപ്യൻ യൂണിയനും മറ്റ് പല കൂട്ടായ്മകളും ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നതിലപ്പുറത്ത് പ്രായോഗികമായിട്ട് ഇസ്രായേലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് എത്ര കണ്ട് സാധിക്കുമെന്ന ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നത്. അമൃത. ശരി, MCA നാസറാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിൽ ഉയർന്ന അപകട സാധ്യതയുള്ള ജോലികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. മാനവ വിഭവശേഷി മന്ത്രാലയമാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളും പരിക്കുകളും കുറയ്ക്കുന്നതിനും തൊഴിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ നിയന്ത്രണം. രാജ്യത്തെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഉയർന്ന അപകട സാധ്യതയുള്ള തൊഴിലുകളിൽ ജോലിയെടുപ്പിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജിഹി പുറത്തിറക്കി. ജോലിസ്ഥലത്തെ പരിക്കുകളും തൊഴിൽ അപകടങ്ങളും കുറയ്ക്കുക, തൊഴിൽ സുരക്ഷയും ആരോഗ്യ നിലവാരവും വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നിയന്ത്രണങ്ങൾ. തൊഴിലുകളെ തരംതിരിച്ചാണ് നിയന്ത്രണം. ലൈസൻസ് അനുവദിക്കുന്നതുൾപ്പെടെ സംയോജിത നിയന്ത്രണങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കും. തൊഴിലാളികൾക്കാവശ്യമായ ആരോഗ്യപരവും സാങ്കേതികവുമായ അറിവും വൈദഗ്ധ്യവും ലഭ്യമാക്കുന്നതിനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട്. പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും നിയന്ത്രണത്തിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിലെ വിവിധ മാളുകളിലെ പ്രവാസി ജോലിക്കാരെ ചൂഷണം ചെയ്തിരുന്ന ക്രിമിനൽ സംഘത്തെ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഹവലി, ക്യാപിറ്റൽ ഗവർണറേറ്റ് അന്വേഷണ വിഭാഗങ്ങൾ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തൊഴിലാളികളെ ശമ്പളം നൽകാതെ നിയമിച്ച ശേഷം ദിവസവും ഏകദേശം 4 കുവൈത്ത് ദിനാർ പ്രൊട്ടക്ഷൻ മണിയായി ഈടാക്കുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. ഡസൻ കണക്കിന് തൊഴിലാളികൾ ഈ ചൂഷണത്തിനിരയായതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. റുവാണ്ട പ്രസിഡന്റ് പോൾ കഗാമയുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി.
ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ ഖത്തർ നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് റുവാണ്ട പിന്തുണ അറിയിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി റുവാണ്ടൻ തലസ്ഥാനമായ കിഗാലിയിലെത്തിയതായിരുന്നു ഖത്തർ അമീർ. ദേശീയ ദിനാഘോഷങ്ങൾ ഒമാനിൽ തുടരുകയാണ്. മസ്കത്തിലെ ഖുറം ബീച്ചിൽ നേവി കപ്പലുകളുടെ പരേഡാണ് ഇന്ന് നടന്നത്. GCC രാജ്യങ്ങളിലെ നാവികസേനകളിൽ നിന്നുള്ള കപ്പലുകളും അണിനിരന്നു. മസ്കത്തിൽ നിന്ന് അലി കൂട്ടായി ചേരുന്നുണ്ട്. അലി, എങ്ങനെയാണ് പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? ഒമാനിലെ ദേശീയ ദിനാഘോഷങ്ങൾ തുടരുകയാണ്. ഇന്നലെ നവംബർ 20-ന് ഫത്തഹ് സ്ക്വയറിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സൈനിക പരേഡിൻ്റെ സല്യൂട്ട് സ്വീകരിച്ചോടെയാണ് ഒമാനിലെ ഇത്തവണത്തെ ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ഇപ്പോൾ ഞാനുള്ളത് ഖുറം ബീച്ചിലാണ്, മസ്കത്തിലെ ഖുറം ബീച്ചിലാണ്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം, വലിയൊരു ജനസഞ്ചയമാണ് ഇന്ന് ഖുറം ബീച്ചിലേക്ക് ഒഴുകിയെത്തിയത്. അതിന് കാരണവുമുണ്ട്. ഇവിടെ കപ്പലുകളുടെ, അതായത് നേവി കപ്പലുകളുടെ വലിയൊരു പ്രദർശനമാണ് ഇന്ന് ഖുറം ബീച്ചിൽ നടന്നത്. അതിൽ തന്നെ GCC രാജ്യങ്ങളിൽ നിന്നുള്ള നേവി കപ്പലുകൾ നേരത്തെ തന്നെ ഒമാനിലെത്തിയിരുന്നു. വിവിധ GCC രാജ്യങ്ങളിൽ നിന്നുള്ള നേവി കപ്പലുകളുടെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ലേസർ ഷോ, വെടിക്കെട്ട് തുടങ്ങി വിവിധങ്ങളായ പ്രദർശനമാണ് ഇന്ന് ഈ ഖുറം ബീച്ചിൽ നടന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, മസ്കത്ത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനസഞ്ചയത്തിനാണ് ഇന്ന് ഖുറം ബീച്ച് സാക്ഷിയായത്. നമ്മൾ ഈ പരിപാടി കവർ ചെയ്യാൻ ഏകദേശം 4 മണിക്ക് തന്നെ ഇവിടെ എത്തിയിരുന്നു. ഏകദേശം ഇപ്പോൾ പരിപാടി അവസാനിച്ചിട്ടുണ്ട്. 4 മണിക്ക് നമ്മളിവിടെ എത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രവാസികളടക്കമുള്ള, മലയാളികളടക്കമുള്ള പ്രവാസികൾ, അതുപോലെ തന്നെ സ്വദേശികൾ, അതുപോലെ തന്നെ വിദേശികൾ. മറ്റൊരു കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ക്രൂസ് സീസണിൻ്റെ ഒരു കാലം കൂടിയാണ് ഇപ്പോൾ. അതായത് ഒമാനിൽ തണുത്ത കാലാവസ്ഥയാണ്, വിൻ്റർ സീസണാണ്. അതുകൊണ്ട് ക്രൂസ് കപ്പലുകളുടെ ഒരു സീസൺ ആരംഭിച്ച ഒരു സമയം കൂടിയാണ്. കൂടുതൽ വിദേശികൾ ഒമാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒമാൻ്റെ ദേശീയ ദിനം വർണ്ണാഭമാക്കാൻ, അതിനോട് ചേർന്ന് നിൽക്കാൻ, അത് ആഘോഷിക്കാൻ വിദേശികളും കൂടി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മലയാളി അടക്കമുള്ള വലിയൊരു ജനക്കൂട്ടം, വലിയ പ്രവാസികളടക്കമുള്ള ജനക്കൂട്ടം ഈ ഖുറം ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ഇതും കൂടി സാക്ഷ്യം വെച്ചു. ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇനി ഒമാൻ സാക്ഷിയാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത 26, 27 തീയതികളിലാണ് ഒമാനിൽ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ വീക്കെൻഡ് അടക്കം 4 ദിവസത്തെ അവധി ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കും വിദേശികൾക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ദേശീയ ദിനാഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ കൂടുതൽ പരിപാടികളുമായി പ്രവാസികളും സ്വദേശികളും രംഗത്തിറങ്ങും. ഓരോ ഗവർണറേറ്റുകളുമായിരിക്കും ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അതായത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ, തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഗവർണറേറ്റുകൾ മുൻകൈയെടുത്തായിരിക്കും ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുക. എന്തുതന്നെയായാലും ഒമാനിലെ ദേശീയ ദിനം കൂടുതൽ കളറാവുകയാണ്. ഖുറം ബീച്ച് അതിനെ കൂടുതൽ വർണ്ണാഭമാക്കുകയാണ്. ശരി, അലിക്കൂട്ടായാണ് മസ്കത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിൽ നിന്ന് കിർഗിസ്ഥാനിലേക്ക് പോയ മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം 28 പേർ ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇവരിൽ 15 പേർ മലയാളികളാണ്. മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാനം റദ്ദാക്കിയതാണ് യാത്രക്കാരെ വലച്ചത്. 2 ദിവസമായി ഇവർ UAE എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരുടെ യാത്ര ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, 2 ദിവസമായി അവരിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് പ്രതികൂലമായ ഈ സാഹചര്യം? അമൃത, ബുധനാഴ്ച രാത്രി കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കിർഗിസ്ഥാനിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളാണ്. യനാപോയ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെഡിക്കൽ പഠനത്തിനായി ഈ രാജ്യത്തേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഇവരെ ആദ്യം കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന് മൂടൽമഞ്ഞ് കാരണം ഷാർജയിൽ ഇറക്കുന്നതിന് പകരം ദുബൈയിൽ ഇറക്കി. ദുബൈയിൽ അവർ കഴിച്ചു കൂട്ടേണ്ടി വന്നത് 12 മണിക്കൂറാണ്. അതിനുശേഷം അവരെ അവിടെ നിന്ന് ഷാർജയിലേക്ക് കൊണ്ടുപോയി. ഷാർജയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നു. ഈ സമയം അത്രയും 28 അംഗങ്ങൾ, അതായത് 26 വിദ്യാർത്ഥികളും 2 ജീവനക്കാരും അടക്കമുള്ളവർക്ക് ഭക്ഷണമോ മറ്റ് താമസ സൗകര്യങ്ങളോ എയർ അറേബ്യ ലഭ്യമാക്കിയിട്ടില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. നമ്മൾ ഇത് രാവിലെ വാർത്ത കൊടുത്തതിന് ശേഷം ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും മറ്റും ഇടപെടലുണ്ടായി. അങ്ങനെ ഇവർക്ക് എയർ അറേബ്യയുടെ ഫുഡ് കൂപ്പൺ വിതരണം ചെയ്തു. അതിനിടയിൽ ഇവർക്ക് ബോർഡിംഗ് പാസ് നൽകുന്നു എന്നുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ ഫുഡ് പോലും കഴിക്കാതെ പലരും ബോർഡിംഗ് പാസ് കൈപ്പറ്റി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇപ്പോഴും വിമാനം പുറപ്പെട്ടിട്ടില്ല. പറയുന്നത് ഇന്ന് എന്തായാലും കിർഗിസ്ഥാനിലേക്ക് വിമാനം ഉണ്ടാവില്ല, മറിച്ച് അൽമാട്ടി വിമാനത്താവളത്തിലേക്ക് 20 വിദ്യാർത്ഥികളെ കൊണ്ടുപോകാമെന്നാണ് അവസാനം ഇവരെ അറിയിച്ചിട്ടുള്ളത്. അതും എപ്പോൾ പുറപ്പെടും, മുഴുവൻ വിദ്യാർത്ഥികളെയും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലാണ് എയർ അറേബ്യ ഉള്ളത്.
വിദ്യാർത്ഥികൾക്ക് നിരവധി പെൺകുട്ടികളുണ്ട്. അത് 15 കുട്ടികൾ മലയാളികളാണ്. ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും ഇപ്പോഴും അധികൃതർ നൽകിയിട്ടില്ല എന്നാണ്. അതെ, അതൊരു വലിയ പ്രശ്നമാണ്. ഷിനോജ്, ഈ യാത്രക്കാരിൽ ആരെങ്കിലുമായും ഷിനോജ് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? അവരെന്താണ് പറയുന്നത്? അവരുടെ ഒരു സാഹചര്യം എന്താണ്? ഈ പറയുന്നത് പോലെ താമസം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് അവരെന്തെങ്കിലും നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായോ? ഈ ഏനപ്പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അധ്യാപികയുമായി ബന്ധപ്പെട്ടിരുന്നു. അവരാണ് ഇവർക്ക് ഒപ്പം ഈ കിർഗിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നത്. അവരോട് ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഇത്രയും 19 വിമാനങ്ങളധികം ഈ മൂടൽ മഞ്ഞിനെ തുടർന്ന് തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കായിട്ട് പ്രത്യേക എന്തെങ്കിലും കെയർ കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ കേൾക്കാനോ ആരും തയ്യാറായി മുന്നോട്ട് വരുന്നില്ല. ഈ ഫുഡ് കൂപ്പൺ കിട്ടിയിട്ട് പോലും വലിയൊരു ക്യൂവിൽ നിന്നാണ് ഇവർക്ക് ഭക്ഷണം മേടിക്കേണ്ടി വന്നത്. അതും പൂർണ്ണമായിട്ടും എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. ആരും ഇവരെ ശ്രദ്ധിക്കാനില്ല എന്നുള്ള പരാതിയാണ് ഇവർ പറയുന്നത്. ഒരു വിമാനയാത്രികർ എന്നുള്ള തരത്തിൽ വിമാന കമ്പനി നൽകേണ്ട മിനിമം കെയർ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നമ്മൾ ഇവരുടെ രക്ഷിതാക്കളെയും ബന്ധപ്പെട്ടിരുന്നു. രക്ഷിതാക്കളും ഇതേ പരാതിയാണ് പറയുന്നത്. അവർക്ക് വേണ്ടത്ര കെയർ ഈ വിമാന കമ്പനി നൽകുന്നില്ല. 2 ദിവസം അറിയേണ്ടതുണ്ട്. ഷിനോജ് തുടരൂ. ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടുകാരന്റെ പിതാവ് നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രഞ്ജിത്ത, മകനുമായി ഈ കുട്ടികൾ സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ? അറിയാമോ? ഞാൻ ആക്ച്വലായിട്ട് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവര് 28 സ്റ്റുഡൻസ്, അതില് 13 പേര് ബാംഗ്ലൂരിൽ നിന്നും 12 പേര് കൊച്ചിയിൽ നിന്നും പിന്നെ 2 യൂണിവേഴ്സിറ്റി സ്റ്റാഫും, ഇത്രയും പേര് എയർപോർട്ടിൽ ഇപ്പം ഏകദേശം 2 ദിവസമായിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡോ അല്ലെങ്കിൽ ഒരു എയർ അറേബ്യയുടെ ഒഫീഷ്യലിന്റെ അടുത്ത് നിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഒന്നും കിട്ടിയിട്ടില്ല. കുട്ടികളെല്ലാം വളരെ ഇതായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്നത്തേക്ക് പോകാൻ കഴിയുമെന്നുള്ള കാര്യമൊന്നും അവർക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ? ഇപ്പോഴും അത് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇവർ ഈ കുട്ടികൾ അധികൃതരുമായി സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ? അധികൃതരുമായി സംസാരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ടീച്ചർ എയർ അറേബ്യയുടെ മാനേജറുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എന്താ ഒരു വ്യക്തമായിട്ടുള്ള റിപ്ലൈ ഇതുവരെയ്ക്കും അവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത് പ്രതികരിച്ചതിന്. ഷിനോജ് ഷംസുദ്ദീൻ തുടരുന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ തന്നെയാണ് ആ കുട്ടികളും അതുപോലെ തന്നെ സ്റ്റാഫും എല്ലാം തന്നെ കടന്നു പോകുന്നത്. ഈ എയർ അറേബ്യ അധികൃതർ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് ഒരിടപെടലും ഉണ്ടാകുന്നില്ല എന്നാണോ? ഒരു ഔദ്യോഗികമായ വിശദീകരണം ഒന്നും തന്നെ എയർ അറേബ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ബന്ധപ്പെടാൻ ശ്രമിച്ചവരോട് മാധ്യമങ്ങളോട് തൽക്കാലം സംസാരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ പോലും മറ്റൊരു രാജ്യത്തേക്ക് യാത്ര തരപ്പെടുത്തി തരാം, അതും മുഴുവനായും കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയില്ല. 28 പേരിൽ 20 പേരെ മാത്രമേ അൽമാട്ടി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് എയർ അറേബ്യ അറിയിച്ചിട്ടുള്ളത്. ഇവർക്ക് പോകേണ്ടത് ബിഷ്കേക്ക് എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ ആണ്. അവിടെ നിന്നാണ് അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകേണ്ടത്. ആദ്യ വർഷ പ്രവേശനത്തിനായി പുറപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവരുടെ ആദ്യ യാത്ര തന്നെ ഇത്ര ദുരിതത്തിലായതിന്റെ ദുഃഖം കൂടി ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുവെക്കുന്നുണ്ട്. അമൃത. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഖത്തറിൽ നടക്കുന്ന അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ഫൈനൽ ലൈനപ്പായി. തിങ്കളാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ പോർച്ചുഗൽ ബ്രസീലിനെ നേരിടും. 2ാം സെമിയിൽ ഓസ്ട്രിയ ഇറ്റലിയെ നേരിടും. തിങ്കളാഴ്ചയാണ് സെമി പോരാട്ടങ്ങൾ. ഇന്ന് നടന്ന ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്താണ് പോർച്ചുഗലിന്റെ സെമി പ്രവേശനം. ബ്രസീൽ മൊറോക്കോയെ 1-നെതിരെ 2 ഗോളിന് തോൽപ്പിച്ചു. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, എങ്ങനെയാണ് സെമി ഫൈനൽ ലൈനപ്പ്? സെമി ഫൈനൽ മത്സരങ്ങളൊക്കെ എപ്പോഴാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അണ്ടർ 17 വേൾഡ് കപ്പിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. സെമി ഫൈനൽ പോരാട്ടത്തിന്റെ ചിത്രം തെളിഞ്ഞു. ഓസ്ട്രിയ, ഇറ്റലി, പോർച്ചുഗൽ,
ബ്രസീൽ ടീമുകളാണ് സെമിയിലേക്ക് മാർച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ നടന്ന ഏറ്റവും അവസാനം നടന്ന മത്സരം ബ്രസീലും മൊറോക്കോയും തമ്മിലുള്ളതായിരുന്നു. വളരെ ആവേശകരമായ മത്സരം എന്ന് മാത്രമല്ല, ഈ അണ്ടർ-17 ലോകകപ്പ് കണ്ട ഏറ്റവും കൂടുതൽ കാണികളെത്തിയ മത്സരം. ഇരു ടീമുകളെയും പ്രോത്സാഹിപ്പിക്കാനായി ആയിരക്കണക്കിന് കാണികൾ ഗാലറിയിലെത്തിയ മത്സരം കൂടിയായിരുന്നു ഇത്. ഈ മത്സരത്തിൽ വളരെ ആവേശകരമായ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്രസീൽ സെമിയിലേക്ക് പ്രവേശിച്ചു. അധിക സമയത്തിൻ്റെ 95-ാം മിനിറ്റിലാണ്, ഈ കളിയുടെ 95-ാം മിനിറ്റിലാണ് കളി കഴിഞ്ഞ് അധിക സമയത്തിൻ്റെ 5-ാം മിനിറ്റിൽ ബ്രസീൽ ഗോൾ നേടുന്നു. അങ്ങനെ മൊറോക്കോ ഈ ടൂർണമെൻറ്റിനുടനീളം ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ട് ടീമുകളായിരുന്നു ബ്രസീലും മൊറോക്കോയും. മൊറോക്കോ ആരാധകരുടെ ഇഷ്ട ടീമാണ്. അങ്ങനെ മൊറോക്കോ ഈ ടൂർണമെൻറ്റിൽ നിന്ന് അവസാന നിമിഷം പുറത്താകുന്നു. ആദ്യ കളി നടന്ന ഓസ്ട്രിയയും ജപ്പാനും തമ്മിലാണ്. ഈ കളിയിൽ ജപ്പാൻ എതിരില്ലാത്ത 1 ഗോളിന് ഓസ്ട്രിയ തോൽപ്പിക്കുന്നു. ഓസ്ട്രിയ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ എതിരില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ക്വാർട്ടറിലേക്ക് പ്രവേശനം ഉറപ്പിച്ചിരുന്നത്. ജപ്പാൻ നോർത്ത് കൊറിയക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് ക്വാർട്ടറിലെത്തിയിരുന്നത്. എങ്കിലും ആ വീര്യം മാത്രം പോരായിരുന്നു ജപ്പാന്. ഓസ്ട്രിയയോട് ജപ്പാൻ കീഴടങ്ങുന്നു. അതുപോലെ അടുത്ത മത്സരം ഇറ്റലിയും അതുപോലെ ബുർക്കിന ഫാസോയും തമ്മിലായിരുന്നു. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കറുത്ത കുതിരകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ടീമായി ഇറ്റലി ബുർക്കിന ഫാസോയെ കീഴ്പ്പെടുത്തുന്നു. തൊട്ടടുത്ത മത്സരം കരുത്തരായ പോർച്ചുഗലും സ്വിറ്റ്സർലൻഡും തമ്മിലായിരുന്നു. പ്രീ ക്വാർട്ടർ കടന്നെത്തിയ സ്വിറ്റ്സർലൻഡിനെ പോർച്ചുഗൽ എതിരില്ലാത്ത 2 ഗോളിന് കീഴടക്കുന്നു. അവസാന മത്സരം ഞാൻ പറഞ്ഞ പോലെ ഈ അവസാന മത്സരത്തിൻ്റെ അലയൊലികൾ ഈ ആസ്പെയർ സോണിൽ നിന്ന് ഇതുവരെ വിട്ടുപോയിട്ടില്ല. അത്രമാത്രം മൊറോക്കോയുടെ ആരാധകരാണ് ഇന്നത്തെ മത്സരത്തിന് വേണ്ടി ഇന്നത്തെ മത്സരം കാണാനായി ഇവിടെ എത്തിയിരുന്നത്. അതേപോലെ തന്നെ ബ്രസീലിന് നമുക്കറിയാം, ലോക ഫുട്ബോളിൽ ബ്രസീലിൻ്റെ ഒരു ആരാധകരും അതുപോലെ ബ്രസീൽ മൊറോക്കോ ആരാധകരും ആവേശകരമായ ഒരു മത്സരത്തിന്റെ അന്ത്യത്തിനൊടുവിൽ ഏറ്റവും അവസാനമാണ് ഗോൾ വഴങ്ങുന്നത് മൊറോക്കോ. അങ്ങനെ മൊറോക്കോ ടൂർണമെന്റിൽ പുറത്താകുന്നു. ബ്രസീൽ സെമിയിലേക്ക് പ്രവേശിക്കുന്നു. അബ്ബാസ് മുഹമ്മദാണ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് ജിദ്ദയിൽ തുടക്കമായി. 10-12 ക്ലാസുകളിലെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിക്കുന്നത്. കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജിദ്ദയിലെ മബ്രൂക്ക് വേദിയിൽ നിന്ന് സാബിത് സലിം വിവരങ്ങൾ നൽകും. മീഡിയ വൺ മബ്രൂക്ക് ജിദ്ദ എഡിഷന് ഇവിടെ തുടക്കമായിരിക്കുകയാണ്. 10-12 ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് ഇവിടെ ആദരിക്കുന്നത്. 100ഓളം വിദ്യാർത്ഥികൾ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി സ്കൂൾ ഉൾപ്പെടെ 6ഓളം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അവാർഡുകൾ ഇന്നിവിടെ വന്ന് വാങ്ങിക്കാൻ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഗസ്റ്റുകളൊക്കെ തന്നെ ഇവരെ ആദരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അക്കാദമിക മേഖലയിലെയും അതുപോലെ തന്നെ ആരോഗ്യ അതുപോലെ തന്നെ മന്ത്രാലയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവരെ ആദരിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി നേതാക്കളും രക്ഷിതാക്കളും എല്ലാം ഇവിടെ ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ഫാമിലി സഹിതമാണ് ഇവിടെ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ വളരെ നിറഞ്ഞ സദസ്സിൽ വിജയകരമായ ഈ പരിപാടി പുരോഗമിക്കുകയാണ്. നമുക്കൊപ്പം ഏതാനും വിദ്യാർത്ഥികൾ ഇവിടെ ചേരുകയാണ് അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവെക്കാനായിട്ട്. എന്ത് തോന്നുന്നു ഇത്തരത്തിലൊരു വേദിയിൽ അവാർഡൊക്കെ കിട്ടുക? വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നന്ദി പറയാനുള്ളത് പാരൻസിനോടും ടീച്ചേഴ്സിനോടുമാണ്. കാരണം അത്രയധികം അവരെ നമ്മളെ ഈ ഒരു ജേണിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മബ്രൂക്ക് പോലുള്ള അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. അൽഹംദുലില്ലാ. പിന്നെ ദൈവത്തിനും കൊണ്ടും നന്ദി. താങ്ക് യു സോ മച്ച്. എന്താണ് ഇത്തരത്തിൽ ഒരു സദസ്സിൽ കുട്ടികളെ ആദരിക്കുകയാണ് എങ്ങനെ? തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് വലിയൊരു പ്രചോദനമല്ലേ. കഴിഞ്ഞ വർഷം എൻ്റെ വേറൊരു മകൾക്ക് കിട്ടിയിരുന്നു. 10ാം ക്ലാസ്സിൽ 90 എബോവ് മാർക്ക് കിട്ടിയിരുന്നു. അവൾ അതുകൊണ്ട് തന്നെ വളരെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് നേരത്തേക്കാൾ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ മബ്രൂക്ക് അവാർഡ് കിട്ടണമെന്ന് ഇവൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയത് അൽഹംദുലില്ലാ ഈ പറഞ്ഞതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തുടർന്നുള്ള പഠനങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഇത് തീർച്ചയായിട്ടും പ്രചോദനമാവും. മീഡിയ വൺ മബ്രൂക്ക് പോലുള്ളൊരു അവാർഡ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്.
എന്താണ് പിന്നെ ഗൾഫിൽ ഇത്തരത്തിൽ അവസരങ്ങൾ കുറവാണല്ലോ? അതെ അതെ, വളരെ കുറവാണ് അവസരങ്ങൾ. കഴിഞ്ഞ വർഷം തൊട്ട് 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് നല്ല മാർക്ക് മേടിച്ച് മകന് മെബ്രൂക്ക് മീഡിയ വണ്ണിൻ്റെ ഒരു അവാർഡ് കിട്ടണമെന്ന്. ഒരുപാട് സന്തോഷം. ശരിക്കും ഒരു പ്രോത്സാഹനമാണ് മക്കൾക്ക്, വളർന്നു വരുന്ന മക്കൾക്ക് നല്ലൊരു പ്രോത്സാഹനമാണ്. ഇത് കിട്ടുമ്പോൾ കൂടുതൽ അവർ ഇനിയും കിട്ടണമെന്നൊരു തോന്നൽ വരികയും കൂടുതൽ പഠിക്കുകയും ചെയ്യും കുട്ടികൾ. ഒരുപാട് നന്ദി മീഡിയ വണ്ണിനോട്. ഒരുപാട് നന്ദി മീഡിയ വണ്ണിനോട്. കേരളത്തിൻ്റെ ഒരു അവാർഡ് കേരളത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ മീഡിയ വൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. വളരെ നന്ദിയുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ ടോപ്പറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്. കാരണം 10ലെ ബോർഡിലെ സ്കൂളിലെ ടോപ്പറായെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു പ്രോത്സാഹനം കിട്ടിയില്ല. പക്ഷേ മീഡിയ വണ്ണിൻ്റെ ഈ അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു ഉത്സാഹം കിട്ടി. ഇത്തരത്തിൽ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് വിദ്യാർത്ഥികൾ ഈ ആദരം ഏറ്റുവാങ്ങുന്നത്. യാംബു, ദമാം, റിയാദിന് ശേഷമാണ് വിജയകരമായി ജിദ്ദയിലെ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ അവാർഡ് ദാന ചടങ്ങ് പുരോഗമിക്കുന്നത്. സൗദിയിലെ ജിദ്ദയിൽ മലയാളി ബിസിനസ് സംരംഭകർക്കായി സംഘടിപ്പിക്കുന്ന ബിഗ് കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സിജി ജിദ്ദ ചാപ്റ്ററിന് കീഴിലെ ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 29-ന് വൊക്കോ ഹോട്ടലിൽ വൈകിട്ട് 6-നാണ് കോൺക്ലേവ്. ഇജാബ ബിസിനസ് സൊല്യൂഷനുമായി ചേർന്നാണ് ബിഗ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മാറുന്ന സൗദിയുടെ ബിസിനസ് മേഖലകളെ അറിഞ്ഞ് ബിസിനസ് രൂപപ്പെടുത്താൻ സംരംഭകരെ സഹായിക്കുന്നതാണ് ബിഗ് കോൺക്ലേവ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സൗദി അറേബ്യ അതിവേഗം ഒരു ഡിജിറ്റൈസേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ബിസിനസ് ചെയ്യുന്ന പല ആളുകളും ഈ മാറ്റങ്ങളോടൊപ്പം തന്നെ അഡാപ്റ്റഡ് ആയി മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെ തുടങ്ങണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ എന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്റ്റാർട്ട് കിട്ടാൻ ഈ നവംബർ 29-ാം തീയതി വൊക്കോ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബിഗ് കോൺക്ലേവ് 2.0 പങ്കെടുത്താൽ മതി. സ്റ്റാർട്ടപ്പ് മുതൽ ചെറുകിട ബിസിനസ് സംരംഭകർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പരിപാടി ഉപകരിക്കും. ഓരോ ബിസിനസിന്റെയും ഏറ്റവും ക്രിട്ടിക്കലായ വിജയഘടകം എന്ന് പറയുന്നത് ശരിയായ സമയത്തും കോസ്റ്റ് എഫക്റ്റീവായിക്കൊണ്ടും ആ ബിസിനസ്സിന് ആവശ്യമായ ഫണ്ടിങ് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സൗദി സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ ഫണ്ടിങ് ഓപ്ഷൻസ് ഉണ്ട്, ഏതൊക്കെ ഫണ്ടിങ് പ്രൊവൈഡേഴ്സ് ഉണ്ട് എന്നിങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ വേണ്ടി ഞാനും ബിഗ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. ഡിജിറ്റലൈസേഷൻ, ഇ കൊമേഴ്സ് വളർച്ച, AI അവസരങ്ങൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഇന്ററാക്റ്റീവ് പാനൽ ചർച്ചകൾ, ചോദ്യോത്തര സെഷനുകൾ, ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നിവയും പരിപാടിയുടെ ഭാഗമാകും. AI വിദഗ്ധനും അഡാപ്റ്റ് കേരള സിഇഒയുമായ ഉമർ അബ്ദുസലാം, സൗദി അൽ ജസീറ ബാങ്കിലെ ഹെഡ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫീസറായ സാജിദ് പാറക്കലും സെഷനുകൾ നയിക്കും. 0504331671 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം. മീഡിയ വൺ, ജിദ്ദ. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഖിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്നു. ദോഹ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആരാധകരുടെ ആവേശത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഖിഫിന്റെ 16-ാം സീസണാണ് ഇത്തവണത്തേത്. 8 ടീമുകളാണ് ഇത്തവണത്തെ സീസണിൽ അങ്കത്തട്ടിലുള്ളത്. ഇന്നലെ നടന്ന 2 മത്സരത്തിൽ തൃശൂരും മലപ്പുറവും ജയിച്ചു കയറി. ആദ്യ കളിയിൽ QRI തൃശൂർ ഹോട്ട് ആൻഡ് കൂൾ കണ്ണൂരിനെ എതിരില്ലാത്ത 3 ഗോളിനാണ് തറ പറ്റിച്ചത്. ഗ്രാൻഡ്മാൾ FC മലപ്പുറവും മാപ്സ് കോഴിക്കോടും തമ്മിലുള്ള 2ാം മത്സരത്തിൽ 1-നെതിരെ 4 ഗോളിനാണ് മലപ്പുറത്തെ ചുണക്കുട്ടികളുടെ ജയം. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്, വ്യാഴാഴ്ച ഇവിടെ ഖത്തറിൽ ഒരുപാട് പ്രോഗ്രാമുകൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗാലറികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളെ 15-ാം സീസണെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു പിന്തുണയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും, ആര് തോൽക്കും, അല്ലെങ്കിൽ ആര് ഫൈനലെത്തും എന്ന് പറയാൻ പറ്റാത്ത വിധം എല്ലാ ടീമുകളെയും ഒരൊറ്റ പൂളിൽ അണിനിരത്തി എല്ലാവരും പരസ്പരം മത്സരിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഓരോ ടീമിനും ജയസാധ്യത അല്ലെങ്കിൽ ഫൈനലെത്താനും കപ്പടിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ടൂർണമെന്റിന്റെ പ്രത്യേകത. ദോഹ സ്റ്റേഡിയത്തിലെ പുൽമൈതാനത്തു മാത്രമല്ല, ഖത്തറിലെ ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചിനകത്തു കൂടിയാണ് ടൂർണമെന്റ് മുഴക്കുന്ന ആവേശത്തിന്റെ വിസിൽ. ഇവിടെ ഓരോ നീക്കത്തിനും ആരവത്തിന്റെ അകമ്പടിയുണ്ട്. ആക്രമണ പ്രത്യാക്രമണത്തിന്റെ വീറും വാശിയുമുണ്ട്. I see the people, all the people here like football match. I'm coming special for this match, and I find many player, good player. So I'm actually impressed about the kind of atmosphere this thing has brought for us. It's very joyful. ടൂർണമെന്റിന് സമാന്തരമായി കിഫ് ജൂനിയർ ലീഗ് ഇന്റർ അക്കാദമി ടൂർണമെന്റും അരങ്ങേറുന്നുണ്ട്. മീഡിയ വൺ, ദോഹ.
ദോഹയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ സെമി ഫൈനലിൽ ഇന്ത്യയ്ക്ക് തോൽവി. സൂപ്പർ ഓവറിലാണ് ഇന്ത്യയുടെ തോൽവി. നിശ്ചിത ഓവറിൽ ഇരു ടീമുകളും 6 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് നേടി. സൂപ്പർ ഓവറിൽ റൺസൊന്നും നേടാതെ 2 വിക്കറ്റ് ഇന്ത്യ നഷ്ടപ്പെടുത്തി. ബംഗ്ലാദേശ് പേസർ റിപ്പൺ മൊണ്ടാൽ ആദ്യ 2 പന്തുകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയെ 0-ന് പുറത്താക്കി. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിന്റെ ആദ്യ വിക്കറ്റ് ഇന്ത്യയുടെ സുയാഷ് ശർമ്മ വീഴ്ത്തിയെങ്കിലും രണ്ടാമത്തെ പന്ത് വൈഡായതോടെ ബംഗ്ലാദേശ് വിജയിക്കുകയായിരുന്നു. കുവൈത്തിൽ ഓവർടൈം ജോലിക്ക് മുൻപ് ഹാജർ രേഖപ്പെടുത്തൽ നിർബന്ധമാണെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ വ്യക്തമാക്കി. ഔദ്യോഗിക ജോലി സമയം പൂർത്തിയാക്കിയതിനു ശേഷമേ ജീവനക്കാർ ഓവർടൈം ഹാജർ ചെയ്യാവൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നു. രാവിലെയും വൈകുന്നേരവും ഷിഫ്റ്റിലുമുള്ള എല്ലാ ജീവനക്കാരും ഈ നിബന്ധന പാലിക്കണം. ഓവർടൈം പൂർത്തിയാക്കി തിരികെ പോകുമ്പോൾ ഹാജർ രേഖപ്പെടുത്തണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടില്ല. 2012 സിവിൽ സർവീസ് കൌൺസിൽ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ നിർദ്ദേശം. കുവൈത്തിലെ പള്ളികളിൽ മുൻകൂർ അനുമതിയില്ലാതെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കരുതെന്ന് അധികൃതർ. വഖഫ് മന്ത്രാലയത്തിലെ പൊതുസേവന വകുപ്പിന്റെ അനുമതി കൂടാതെ ക്യാമറകളോ സുരക്ഷാ സംവിധാനങ്ങളോ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അനുമതിയില്ലാതെ സ്ഥാപിക്കുന്ന ഏതൊരു സംവിധാനത്തിനും പള്ളിയിലെ ഇമാമും മുഅദ്ദിനും ഉത്തരവാദികളായിരിക്കുമെന്ന് സർക്കുലറിൽ മുന്നറിയിപ്പ് നൽകുന്നു. മന്ത്രാലയത്തിന്റെ അറിവില്ലാതെ മുൻപ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. കുവൈത്തിൽ 50,000 ദിനാർ കൈക്കൂലി വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥനെ ക്രിമിനൽ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഓഡിയോ വീഡിയോ രേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാൾ കുടുങ്ങിയത്. അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട വർക്ക്ഷോപ്പ് വീണ്ടും തുറക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ പ്രതി പ്രവാസി ഉടമയോട് പണം ആവശ്യപ്പെട്ടതായാണ് പരാതി. അബ്ദലി പ്രദേശത്തെ തന്റെ ഫാം ഹൌസിൽ അഡ്വാൻസ് പണം കൈപ്പറ്റുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്തിലെ ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്ത് 100-ലധികം മയക്കുമരുന്ന് പൊതികളുമായി പ്രവാസി അറസ്റ്റിൽ. പതിവ് പരിശോധനയ്ക്കിടെ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. വിതരണത്തിനായി തയ്യാറാക്കിയ പാക്കറ്റുകളിലായിരുന്നുവെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിക്കുന്നു. പ്രതിയെയും പിടിച്ചെടുത്ത മയക്കുമരുന്നും കൂടുതൽ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. സൗദി ജുബൈലിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മലയാളിയുടെ ചികിത്സാ ചെലവിന് സഹായം തേടി സുഹൃത്തുക്കൾ. 1 മാസമായി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന കണ്ണൂർ ഇരിക്കൂർ സ്വദേശി അബ്ദുസമദിനായാണ് സഹായം തേടുന്നത്. ഏകദേശം 1.5 കോടി രൂപ ഇതിനകം ചികിത്സയ്ക്കായി ചെലവായിട്ടുണ്ട്. 15 വർഷം മുമ്പ് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയതാണ് കണ്ണൂർ ഇരിക്കൂർ സ്വദേശി അബ്ദുസമദ്. കഴിഞ്ഞ മാസം 17-ന് ജുബൈൽ അബൂഹുദരിയ റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ. ജുബൈൽ അൽമന ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്ന സമദിനെ 2 അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി. ഒരു കാൽ മുറിച്ചു മാറ്റുകയും ചെയ്തു. 7 വർഷമായി ഇക്കാമയോ മെഡിക്കൽ ഇൻഷുറൻസോ ഇല്ലാത്ത ഇദ്ദേഹം നിലവിൽ ഹുറൂബ് അഥവാ ഒളിച്ചോട്ട ഗണത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അൽമന ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരവും അതുപോലെ തന്നെ ഇപ്പോഴും ഒരു 80% വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് 6 ലക്ഷം റിയാലോളം ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റൽ ബില്ല് വന്നിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എംബസിയുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ വ്യവസായികളോടും എല്ലാവരോടും അതിനുള്ള സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാ സന്മനസ്സുകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സമദിന് താൽക്കാലിക ജോലി നൽകിയിരുന്ന ദമാമിലെ സുഹൃത്തുക്കളാണ് തുടക്കത്തിൽ ഡെപ്പോസിറ്റ് തുകയായ 10,000 റിയാൽ കെട്ടിവെച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കഴിഞ്ഞ 7 വർഷത്തോളം കാലമായിട്ട് ഉറൂബ് എന്നുള്ള ഒരു പൊസിഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഇക്കാമുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് പരീക്ഷ കിട്ടാത്തതുകൊണ്ട് ഈ ഒരു എമൗണ്ട്, ഈ വലിയ ഭീമമായൊരു സംഖ്യ ഈ ഇവിടുത്തെ നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാട്ടിൽ നിന്നും സമദിന്റെ കുടുംബം ഷാഫി പറമ്പിൽ MP മുഖേന ഇന്ത്യൻ എംബസിയുടെ സഹായം അഭ്യർത്ഥിച്ച് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രി ബില്ലായ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ് ഇവർ. 2 പെൺമക്കളടങ്ങുന്ന കുടുംബത്തിലെ ഭാര്യയാകട്ടെ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലുമാണ്. വീട് വെക്കുന്നതിനെടുത്ത ബാങ്ക് ലോൺ അടക്കാത്തതിനെ തുടർന്ന് ജപ്തിയുടെ വക്കിലാണ്. പ്രവാസികളായ സുമനസ്സുകളുടെ സഹായത്താൽ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിച്ച് നിയമ തടസ്സങ്ങൾ നീക്കി സമദിനെ തുടർ ചികിത്സക്കായി നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സുഹൃത്തുക്കളും കുടുംബവും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം.
കുവൈത്തിൽ ബാലസംരക്ഷണത്തിനായി പുതിയ ക്രിമിനൽ അന്വേഷണം ഗൈഡ് പുറത്തിറക്കി. അറ്റോർണി ജനറൽ കൌൺസിലർ സാദ് അൽ സഫ്രാൻ ഗൈഡിന് ഔദ്യോഗികമായി അംഗീകാരം നൽകി. അന്താരാഷ്ട്ര കുട്ടികളുടെ അവകാശ ദിനത്തോടനുബന്ധിച്ചാണ് ഗൈഡ് പുറത്തിറക്കുന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. കുട്ടികളുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നടപടിക്രമങ്ങൾ ഗൈഡിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡേറ്റാ സയൻസിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും പുതിയ കോഴ്സുകളുമായി മീഡിയ വൺ അക്കാദമി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എജു ടെക്നീഷ്യയുമായി സഹകരിച്ചാണ് പുതിയ കോഴ്സുകൾ തുടങ്ങുന്നത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഡേറ്റാ സയൻസിന്റെയും AI സാങ്കേതികവിദ്യയുടെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന വിധമാണ് കോഴ്സുകൾ. അക്കാദമിക് സഹകരണത്തിനായുള്ള ധാരണാപത്രത്തിൽ ഇരു സ്ഥാപന മേധാവികളും മീഡിയ വൺ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഒപ്പുവച്ചു. പതിനാലാമത് വിബ്ജിയോർ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ക്യാമ്പസ് വിബ്ജിയോറിന്റെ ഉദ്ഘാടനം മീഡിയ വൺ അക്കാദമിയിൽ നടന്നു. സംവിധായകനും ഫോട്ടോ ജേർണലിസ്റ്റുമായ പി അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. കളേഴ്സ് ഓഫ് കോളിവുഡ്, ലക്ഷ്മി, സ്വച്ഛരാഷ്ട്ര, പരോക്ഷ, കാലാൾ, മേൽവിലാസം എന്നീ ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും മേളയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു. നോക്കാം ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ഒമാനിൽ നോർത്ത് ബാത്തിന ഗവർണറേറ്റിൽ ലിവ ഡ്യുവൽ കാരേജ് വേ തുറന്നു. സുൽത്താൻ ഖാബൂസ് റോഡിനെ ബാത്തിന എക്സ്പ്രസ് വേയുമായി ബന്ധിപ്പിക്കുന്നതാണ് പാത. സൗദിയിൽ വ്യാജ സ്മാർട്ട് ഫോണുകൾ വിറ്റ 3 പ്രവാസികൾ അറസ്റ്റിൽ. പിടിയിലായത് 2 ഏഷ്യക്കാരും 1 അറബ് പൌരനും. 1000-ലധികം വ്യാജ സ്മാർട്ട് ഫോണുകൾ പിടികൂടി. അണ്ടർ-19 ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഡിസംബർ 12 മുതൽ UAE-യിൽ. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ. മത്സരങ്ങൾ UAE സമയം രാവിലെ 9 മുതൽ. 2020 അബുദാബി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ഇന്ത്യയിൽ അറസ്റ്റിൽ. പിടിയിലായത് 2 ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷമീം KK. CBI അറസ്റ്റ് ചെയ്തത് ചെന്നൈയിൽ നിന്ന്.